നമസ്കാരം സനോജി. നമസ്കാരം. ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റുവാൻ പോകുന്നു എന്നൊരു കിംവദന്തി, ഒരു പുനഃസംഘടന പോലെ തന്നെ വരുവാൻ പോകുന്നു എന്നൊരു കിംവദന്തി കേൾക്കുന്നുണ്ട്. അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരുപക്ഷെ പാലോട് രവി ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. മറ്റു ചില പേരുകളും കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും സ്വകാര്യ സംഭാഷണങ്ങൾ അങ്ങ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ ദേവസ്വം ബോർഡിനുണ്ടാക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ്. ഇത്തരത്തിലുള്ളൊരു മാറ്റങ്ങൾ, ഒരു കൃത്യമായിട്ടുള്ളൊരു മാർഗദർശനമില്ലാത്ത അല്ലെങ്കിൽ മാർഗരേഖകളില്ലാത്തൊരു മാറ്റങ്ങളൊക്കെ വലിയ പ്രത്യാഘാതങ്ങളാണ് ദേവസ്വം ബോർഡിനുണ്ടാക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു അഭിപ്രായം? എന്താണ് ഈ പ്രത്യാഘാതങ്ങൾ? എന്താണ് ഈ പുതിയ ആൾ ആരായിരിക്കും? എന്തൊക്കെയാണ് ആരുടെയൊക്കെയാണ് പേരുകൾ കേൾക്കുന്നത്? അല്ല, ശരിക്കും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണകാലാവധി, അതായത് ഒരു പ്രസിഡന്റും 2 മെമ്പർമാരും ഉൾപ്പെട്ട ബോർഡിന്റെ ഭരണകാലാവധി നേരത്തെ 3 വർഷമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് വെട്ടിച്ചുരുക്കി 2 വർഷമായിരിക്കുകയാണ്. പക്ഷേ ഇതൊരു വളരെ ചുരുങ്ങിയ കാലാവധി എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ചും ഈ ശബരിമല പോലെ കേരളത്തിലെ ഒരു മഹാക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന ബോർഡ് എന്നുള്ള നിലയിൽ ഇവർക്ക് മാറി മാറി വരുന്ന ദേവസ്വം ബോർഡുകൾക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇതിൻ്റെ ഒരു ഇപ്പോൾ ഈ 2 വർഷമാക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മണ്ഡലകാലത്തിന് തൊട്ട് മുമ്പാണ് ഒരു ബോർഡ് നിലവിൽ വരുന്നത്. പുതിയ പ്രസിഡന്റും 2 മെമ്പർമാരും ഉൾപ്പെടെയുള്ള ഒരു ബോർഡ് നിലവിൽ വരുന്നത്. അപ്പോൾ ആ മണ്ഡലകാലത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ ബോർഡ് ചെയ്തു വെച്ചിട്ട് പോയ കാര്യങ്ങളായിരിക്കും. വെറുതെ കൈയും കെട്ടി ഇതൊക്കെ നോക്കിക്കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അടുത്ത ഒരു വർഷമാണ് അവർക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കിട്ടുന്നത്. ആ ഒരു വർഷം അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം. ചരിത്രം പല രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അടുത്ത വർഷമാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും നന്നായിട്ട് അതിൽ നിന്നുള്ള പാഠങ്ങൾ കൂടി ഉൾക്കൊണ്ട് ഒരു ബെറ്റർ ഇതിലേക്ക് പോകാൻ യഥാർത്ഥ പ്രവർത്തനം തുടങ്ങേണ്ടത് 3-ാം വർഷമാണ്. എന്നിരിക്കെ 3-ാം വർഷം വീണ്ടും പുതിയൊരു ബോർഡ് വരികയാണ്. അപ്പോഴത്തേക്കും ഇതങ്ങ് മാറിപ്പോവുക. ഇതാണ് കാലാകാലങ്ങളിലായി ഇപ്പോൾ ദേവസ്വം ബോർഡിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് നമുക്കൊരു സംശയരഹിതമായി തന്നെ പറയാൻ കഴിയും. കാര്യം ഇങ്ങനെ വരുമ്പോൾ ഈ മാറി മാറി വരുന്ന ബോർഡുകൾക്ക് ഈ ദേവസ്വം ബോർഡിന്റെ ടോപ്പ് അതോറിറ്റി എന്ന് പറയുന്ന ഈ പറയുന്ന പ്രസിഡന്റുമാർക്കും മെമ്പർമാർക്കും അവിടെ ഒരു വിലയില്ലാതാകുകയാണ്. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. അവരാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത്. പ്രത്യേകിച്ചും ഈ സ്വർണ്ണക്കുള്ളയുടെ കാര്യമൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇവിടുന്ന് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ഹോട്ടലിൽ താമസിച്ചത് പണി ചെയ്യിപ്പിക്കുന്നതും അവിടെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആതിഥ്യം അരളിക്കൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിൽ സുഭിക്ഷമായി ഈ നോൺ വെജ് ഒക്കെ ഭക്ഷിച്ചുകൊണ്ട് മാസങ്ങളോളം താമസിക്കുന്നതൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരാണ്. ഇതാരെയും ആക്ഷേപിക്കാൻ പറയുന്നല്ല കേട്ടോ, വളരെ സത്യമായ കാര്യമാണ്, അടുത്തറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ബോർഡിന് ഈ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിലുള്ള ഒരു നിയന്ത്രണം നഷ്ടമാവുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ശബരിമല പോലുള്ള ഒരു സ്ഥലത്ത് ഈ കൃത്യമായ ഒരു സിസ്റ്റം വർക്കൗട്ട് ആവാത്തത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഓരോ കാലാകാലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവമാണ് ആ മണ്ഡലകാലത്ത് പ്രതിഫലിക്കുന്നതെന്ന് പറയാൻ വരും. ഒരു ഏകീകൃതമായ ഒരു സ്വഭാവം, ഒരു കോർഡിനേറ്റഡ് സിസ്റ്റം അവിടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലായാലും മറ്റ് നിയമ സംവിധാനങ്ങൾ, പോലീസുകാർ പിന്നെ മാറി മാറി എന്തായാലും വരും. എങ്കിലും ഒരിക്കലും ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു. അടുത്ത വർഷം അത് അങ്ങനെ ആയിരിക്കില്ല. ഒരു മാർഗരേഖ എന്ന് പറയുന്ന സ്ഥിരമായിട്ടൊന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഏകീകരണ ശ്രമം അവിടെ നടക്കുന്നു. പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾക്കൊക്കെ ഒരേ കളർ പെയിന്റ് അടിക്കുക, ഒരു കളർ കോഡ് കൊണ്ടുവരിക, ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരിക, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് നല്ലതാണ്. അത് സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം. മറ്റ് ക്ഷേത്രങ്ങളെയും ഇത് പരോക്ഷമായി ബാധിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ശബരിമല നമ്മൾ പ്രധാനമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു പ്രഥമ മുൻപന്തിയിൽ നിൽക്കുന്ന ക്ഷേത്രം എന്നുള്ള നിലയിലാണ് നമ്മളത് ഉയർത്തിക്കാട്ടി പറയുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നാട്ടിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ദേവസ്വം ബോർഡിൻ്റെതായ. അവിടെയും ഒക്കെ ഈ ഒരു പ്രശ്നത്തിന്റെ ഇത്തരം പ്രശ്നങ്ങൾ അവിടെയും അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടുക, ഈ പറയുന്നത് പോലെ കൃത്യമായി ബോർഡ് ഉദ്യോഗസ്ഥരുടെ തലപ്പത്തേക്ക് അല്ലെങ്കിൽ അവരുടെ മേൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു വലിയ സംവിധാനം ഉണ്ടാകുക എന്നുള്ളതൊക്കെ കാലാകാലങ്ങളായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോഴും അതൊക്കെ കടലാസിൽ ഒതുങ്ങുകയാണ്. എന്തിനേറെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ PS പ്രശാന്തിന്റെ കാലാവധി കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ PS പ്രശാന്ത് അടുത്ത ഒരു ടേം കൂടി ചോദിക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സ്വർണ്ണക്കൊള്ളയും അയ്യപ്പ സംഗമവും ഒക്കെ ഒരു ഇത്തി പോലെ അദ്ദേഹത്തിന്റെ തലയിൽ വീഴുന്നതും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരുന്നത്. ഇതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡ് ഒരു നല്ല പിള്ള ചമച്ചുകൊണ്ട് ജയകുമാർ IAS, അദ്ദേഹം വളരെ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് ഈ പോസ്റ്റിൽ ഇരുത്തുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു പ്രവർത്തന ശൈലി അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലേറെ സങ്കടകരമായ കാര്യം.
ഈ പറഞ്ഞതുപോലെ അവിടെ വരുന്ന ഉദ്യോഗസ്ഥർ കാലാകാലങ്ങളായി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ഇദ്ദേഹവും അനുഭവിക്കുന്നുണ്ട്. അതെ. ഒരു ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പോലും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം കഴിഞ്ഞ മണ്ഡലകാലത്ത് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞിരുന്നു, അന്നദാനം വിപുലീകരിക്കും, ഇവിടെ വരുന്ന മുഴുവൻ അയ്യഭക്തർക്കും സദ്യ കൊടുക്കുമെന്ന്. പക്ഷെ അത് അദ്ദേഹം പറഞ്ഞത് മാത്രമാണ് ബാക്കി. ഈ നാളിതുവരെയും അത് നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കാര്യം അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. അത് ഇനി അദ്ദേഹം സമ്മതിച്ചാൽ അത് കൂടെ സമ്മതിക്കില്ല. അങ്ങനെയുള്ള അല്ലെങ്കിൽ നീ സമ്മതിച്ചെന്നിരിക്കണ്ടേ, ഇതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടാകും, സംഗതി കുളവാകുകയും ചെയ്യും. അതെ. എന്തായാലും ഇപ്പോൾ നേരത്തെ അങ്ങ് തുടങ്ങിയതുപോലെ ഇതിന്റെ ഒരു കരക്കമ്പി എന്ന് പറയുന്നത് ജയകുമാർ IAS-നെ വൻ കാര്യം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നിയമിച്ചതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റിയിട്ട് ഈ മണ്ഡലകാലത്ത് ആകുമ്പോഴത്തേക്ക് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർമാരെയും ഒക്കെ കൊണ്ടുവരാൻ ഒരു ആലോചന നടത്തുന്നു. പാലോട് രവി, നേരത്തെ പറഞ്ഞ പാലോട് രവിയുടെ പേര് കേൾക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവായ മോഹൻ രാജിന്റെയും പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ പത്തനംതിട്ടക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനും ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും ഈ മണ്ഡലകാലം ആകുമ്പോഴത്തേക്കും പുതിയ ബോർഡ് പ്രസിഡന്റ് വരും എന്നുള്ള തന്നെയാണ് നമുക്കിപ്പോ സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഏറെക്കുറെയുള്ള ഒരു കാര്യം. മനോജ്, സനോജ് ഈ ഒരു കാര്യം പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അപ്രമാദിത്വം അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ കാരണം പ്രസിഡന്റിന് ഒരു സ്ഥിരതയില്ലാത്ത സ്ഥാനമാണ് പ്രസിഡന്റ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ അവിടെയുണ്ട്. അതിനെ പ്രതി LDF ആയാലും UDF ആയാലും വല്ലാത്തൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മന്ത്രി K മുരളീധരൻ ഹൈക്കോടതിക്കെതിരെ പരോക്ഷമായിട്ടെന്നല്ല പ്രത്യക്ഷമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ സഭയിൽ പറയുന്നുണ്ട്. അവിടെ ആവുമ്പോൾ കുഴപ്പമില്ലല്ലോ, അതായത് ഹൈക്കോടതി ഞങ്ങൾക്കൊരു ശല്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. എന്താണ് ഈ ഹൈക്കോടതിയുടെ ഇടപെടലിൽ ഇവർക്കൊരു അസ്വസ്ഥത? അല്ല മനോജി, ഒന്ന് ആലോചിച്ച് നോക്ക്, ഹൈക്കോടതി കൂടി ഇത്ര അടമണ്ടായിട്ട് നിന്നില്ലായിരുന്നെങ്കിൽ ശബരിമല എന്ന് പറയുന്ന ദേവഭൂമി പോലും അവിടെ മിച്ചം ഉണ്ടാവും. അതെ, അവിടത്തെ മണ്ണ് സഹിതം അവർ മാന്തിക്കൊണ്ടുപോയാൽ. അപ്പോൾ ഇത് കോടതിയുടെ ശക്തമായ നിരീക്ഷണം അതിന്റെ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഇത്തരത്തിൽ അവിടെ നടക്കുന്ന ക്രമക്കേടുകൾ പുറത്തു വരുന്നതും ഈ പറയുന്നത് പോലെ അവിടെ ഒരു ഭയഭക്തി ബഹുമാനത്തോടെയെങ്കിലും പെരുമാറുന്നത് ആളുകൾ. അപ്പൊ അതുകൊണ്ട് ഇത് അപ്പോൾ ഈ ദുഷ്ടലാക്കോടെ അവിടെ ചെല്ലുന്നവർക്ക് മുന്നിലുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് ഇപ്പൊ കോടതിയാണ്. അതുകൊണ്ട് കോടതിയെ വിമർശിച്ചുകൊണ്ടോ മറ്റൊന്നും കാര്യമില്ല. അതെ, അല്ല ഈ പക്ഷെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു എതിർപ്പാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ അവരുടെ തന്നിഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കാൻ ഈ പറയുന്ന ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ വരുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അവരത് പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അല്ല. അത്ഭുതകരമായി തോന്നിയൊരു കാര്യം, മുരളീധരൻ ദൈവഭക്തനാണ്, ദൈവവിശ്വാസിയാണ്. പക്ഷേ LDF സർക്കാരിൻ്റെ കാലത്ത് പോലും ഇത്രയും ഒരു പരസ്യമായിട്ടുള്ളൊരു പ്രതികരണം ഹൈക്കോടതിയെ പ്രതി ഉണ്ടായിട്ടില്ല. അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ മുന്നോട്ട് എന്തൊക്കെയാണ് ഇവർ പദ്ധതി ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. മുരളീധരൻ ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ മുരളീധരന്റെ വകുപ്പിലെ ചില നിയമനങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ വിവാദം ഉണ്ടായിരുന്നു. തനിഷ്ടപ്രകാരമുള്ള ചില നിയമനങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കുന്ന ശബരിമലയിൽ അങ്ങനെ എന്തെങ്കിലും നിയമനങ്ങൾ നടത്തിയാൽ അതിനെതിരെ ചോദ്യം ഉന്നയിക്കപ്പെടും. തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ അതൊക്കെ ഒരു തടസ്സവാദം തന്നെയാണ്, അസ്വസ്ഥതപ്പെടുത്തിയേ പറ്റുന്നുണ്ട്. അപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതുവരെയും ചെയ്യാത്ത ഒരു കാര്യം ശബരിമലയ്ക്ക് വേണ്ടത്ര സുരക്ഷ ഉണ്ടോ എന്നുള്ളതാണ്. ഈ മണ്ഡലകാലം തുടങ്ങി മകരവിളക്ക് തീർത്ഥാടനം കഴിയുന്നത് വരെ മാത്രമാണ് അവിടെ പോലീസിന്റെ ബന്ദോബസ്തും ഈ കാണുന്ന കോലാഹലങ്ങളും ഒക്കെ ഉള്ളത്. അല്ലാത്ത സമയത്തും ശബരിമല അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ മാസപൂജയ്ക്ക് നട തുറക്കുന്ന വേളയാണ്, കർക്കിടക മാസത്തിനായി ചൊവ്വാഴ്ച അവിടെ നട തുറന്നിരിക്കും. ഈ മാസപൂജ കാലയളവിലും ഇപ്പോൾ തീർത്ഥാടന കാലഘട്ടം പോലെ തന്നെ ലക്ഷക്കണക്കിന് ഭക്തരാണ് വന്നു പോകുന്നത്. ഇപ്പോൾ ഈ സ്പോട്ട് ബുക്കിംഗ് മറ്റേ വെർച്വൽ ക്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് കൃത്യമായ ഒരു എണ്ണവും അറിയാൻ പറ്റും. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നുണ്ട്. പണ്ട് മാസപൂജയ്ക്കൊക്കെ വിലവും കുറച്ച് പേര് മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ആ ഒരു സ്ഥിതിവിശേഷം മാറിയിരിക്കുന്നു. ശരിക്കും ആളുകൾ ഭാരതത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് വിദേശത്ത് നിന്നൊക്കെ മാസപൂജ തൊഴാൻ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ശബരിമല കലണ്ടർ കൃത്യമായി അറിയാം, ഏതൊക്കെ ദിവസം അവിടെ നട തുറക്കുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മാസപൂജയ്ക്ക് പോയാൽ വലിയ തിരക്കില്ലാതെ തൊഴാമെന്ന്. അങ്ങനെ വിചാരിച്ച് ഇപ്പൊ മാസപൂജ ലക്ഷക്കണക്കിന് ആളുകൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ സമയത്തൊക്കെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മണ്ഡലകാലത്തിൻ്റെതായ ബന്ദോബസ്തും പോലീസ് സംവിധാനങ്ങളും ഒന്നും അവിടെ കാണാൻ കഴിയില്ല. മാത്രമല്ല നടയടച്ചു കഴിഞ്ഞാൽ അതിലും പരിതാപകരമാണ്. പമ്പയിൽ ആകെ ഉള്ളത് ഗണപതി കോവിലിന് താഴെയുള്ള ഒരു ചെക്ക് പോസ്റ്റാണ്, ഒരു ഗാർഡ് റൂം ചെക്ക് പോസ്റ്റാണ്. അവിടം കടന്നു കയറിയാൽ പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല, കൊടുങ്കാടാണ്. പിന്നെ സന്നിധാനത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഏകദേശം ഒരു 10-15 പോലീസുകാർ വർക്ക് ചെയ്യുന്നുണ്ട്.
ഫോറസ്റ്റിന്റെ ഓഫീസുണ്ട്. പിന്നെ ഉള്ളത് മേൽശാന്തി അദ്ദേഹത്തിന്റെ പരിവാരങ്ങളുമാണ്. 1-2 പേര് കാണും. ഇത്രയും പേരെ അവിടെ സന്നിധാനത്തുള്ളൂ. അപ്പോൾ തുനിഞ്ഞൊരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അട്ടിമറി ശ്രമവുമായി എത്തിക്കഴിഞ്ഞാൽ എന്ത് വേണോ നടത്താമെന്നുള്ളൊരു സാഹചര്യം അവിടെ നിലവിലുണ്ട്. അതുകൊണ്ടാണ് തത്വമയി 2022 തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അന്ന് നമ്മൾ ഒരു പന്തളം കൊട്ടാരവുമായി ചേർന്നൊരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ശബരിമലയിൽ 24/7 ഒരു കേന്ദ്രസേനയുടെ സുരക്ഷ ഉറപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. കാര്യം പ്രത്യേകിച്ചും ആ സമയത്ത് 2022 കൊച്ചിയിൽ നിന്നും NIA പിടികൂടിയ ഒരു ഭീകരനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ശബരിമല എന്നുള്ള. അപ്പൊ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കൂടി വന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അവിടുത്തെ ഒരു ജോഗ്രഫിക്കൽ അറ്റ്മോസ്ഫിയർ നമുക്കറിയാം. അതൊരു വല്ലാത്ത ടെറൈനാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ വെസ്റ്റേൺ ഗാട്സിൽ പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽപ്പെട്ട ഒരു വലിയ കടുവാ സങ്കേതത്തിന് നടുവിലാണ്. അതുകൊണ്ട് തന്നെ മതിയായ സുരക്ഷ ശബരിമലയ്ക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ മാറി മാറി വരുന്ന ദേവസ്വം ബോർഡുകൾ ഇടപെട്ടുകൊണ്ട് തന്നെ, ഇനിയിപ്പോൾ ആര് വന്നാലും ഇടപെട്ടുകൊണ്ട് തന്നെ ശബരിമലയുടെ സുരക്ഷ ശക്തമാക്കാനുള്ള ഒരു മുൻകൈ എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ തത്വമയിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ച് ശബരിമലയുടെ ചരിത്രത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് താനും. പണ്ട് നിരവധിയായിട്ടുണ്ടായിട്ടുണ്ട്. അതിന്റെ വർഷങ്ങൾക്ക് ചരിത്രമാണ്. ആ ചരിത്രം ഒരു പ്രത്യേക വിഷയമായിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതായതുകൊണ്ട് ഇപ്പോൾ അത് കൂടുതൽ 1-2 ഫാമിലിയിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഫാമിലിയിലോ മാത്രം ചെന്ന് നിന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ക്ഷേത്രത്തെ ഉറ്റുനോക്കുന്ന നമ്മുടെ ശത്രുക്കൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ ഈ പറയുന്ന പോലെ കേന്ദ്രസേനയെ വിന്യസിക്കുക എന്നുള്ളതാണ് ഒരു സ്ഥായിയായ പരിഹാരം. അത് സത്യമാണ്. ഈ വൈഷ്ണവ ദേവി ക്ഷേത്രം പോലെ അല്ലെങ്കിൽ ബദ്രിനാഥ് പോലെ കേദാർനാഥ് പോലെ 24/7 അവിടെ കേന്ദ്ര CRPFന്റെ ഒരു ടീം അവിടെ ക്യാമ്പ് ചെയ്യുക, ക്ഷേത്രത്തിന് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പോംവഴി. ഇത് സംസ്ഥാന ഗവൺമെന്റ് ഒരു നിവേദനം വച്ചെങ്കിൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവൂ. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു ആവശ്യം ഇതുവരെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ അത് ചെയ്യുമെന്ന് കരുതാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തജനങ്ങളുടെയും സുരക്ഷാ സംബന്ധിയായ കാര്യമാണ്. ഏതെങ്കിലും ഒരു അപകടം പറ്റിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വലിയ ദുരന്തം എന്തെങ്കിലും ഉണ്ടായാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും രാമായണ മാസം തുടങ്ങുകയാണ്. ശബരിമലയിൽ പുതിയ പ്രസിഡന്റ് വരുമ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ സനോജി പറഞ്ഞ പോലെ നല്ല ചില തീരുമാനങ്ങൾ അവിടെ എടുത്തിട്ടുണ്ട്. അത് സ്വാഗതാർഹമായ കളർ കോഡിങ്ങും ഒക്കെ ആണെങ്കിൽ ശബരിമലയിൽ ഈ വരുന്ന ക്രിയാത്മകമായി എടുക്കേണ്ട തീരുമാനങ്ങൾ ഇതാണ്. അല്ലാതെ സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷനെ കൊണ്ട് സ്വർണ്ണം പൂശുക ഇതൊന്നും അല്ല ആവശ്യം. അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുക, ശബരിമലയുടെ സുരക്ഷ ഉറപ്പാക്കുക, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവിടെ പ്രഥമ പരിഗണന കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നാൽ അതിനൊന്നും ഫോക്കസ് ചെയ്യാതെ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ സ്വർണത്തിന് നിറം പിടിപ്പിക്കുക, അവിടെ വരുന്ന കാണിക്ക പണം എത്രയും പെട്ടെന്ന് ഖജനാവിലേക്ക് എത്തിക്കുക, ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന തീവ്രമായ ശ്രമങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്ന ഒരു കാലം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മന്ത്രിസഭയുടെയും പുതിയ ദേവസ്വം ബോർഡിൻ്റെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാകുമെന്നും നോക്കാം. പാലോട് രവിയൊക്കെ നമുക്കൊക്കെ അറിയാവുന്നിടത്തോളം ഈശ്വര വിശ്വാസിയാണ്, എന്നാലും രാഷ്ട്രീയക്കാരനുമാണ്. എങ്ങനെയാകും ശബരിമലയുടെ ദേവസ്വം ബോർഡിന്റെ പുതിയ ചർച്ചയ്ക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു വിഷയമാണ്. ശരിക്കും രാഷ്ട്രീയത്തിലുള്ള ആളാകണമോ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? തീർച്ചയായിട്ടും. കാര്യം ഒരു പ്രസ്ഥാനത്തെ അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്ത ഒരാൾ വരുമ്പോ അദ്ദേഹത്തിൽ തീർച്ചയായും ആ രാഷ്ട്രീയത്തിന്റെ ഒരു അംശം അദ്ദേഹത്തിന്റെ പ്രവർത്തനം എവിടെയെങ്കിലും ഒക്കെ പ്രകടമാകും. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഒരു വിശ്വാസി അല്ലെങ്കിൽ സാധാരണക്കാരിൽ ഒരാൾ, പ്രവർത്തകരിൽ ഒരാൾ, അങ്ങനെ ഒരാളല്ലേ ഈ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്കും മെമ്പർ സ്ഥാനത്തേക്കും ഒക്കെ വരേണ്ട എന്ന ഒരു ചർച്ച മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സംവിധാനം അങ്ങനെയല്ല. എല്ലാം രാഷ്ട്രീയാധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായി എത്തുന്നവരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നതും കൈകാര്യം ചെയ്യാൻ പോകുന്നതും. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരുടെ രാഷ്ട്രീയം അതിനകത്ത് നിഴലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനിയും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഇരിക്കുന്ന കാലം, ആ ഒരു സ്ഥാനത്തിരിക്കുന്ന കാലത്തെങ്കിലും അതൊരു വിശ്വാസികളുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു ലാഭേച്ഛ ഇല്ലാത്ത ഉള്ള ഒരു പ്രവർത്തനമായാൽ മാത്രമേ ഇത്തരത്തിൽ എന്തെങ്കിലും ക്രിയാത്മകമായ കാര്യങ്ങൾ അവിടെ നടപ്പാക്കാൻ കഴിയൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എന്തായാലും സനോജി പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സനോജി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിനെ വരുതിയിൽ കൊണ്ടുവന്ന് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവും ശേഷിയുമുള്ള ഒരാളായിരിക്കണം പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. സമയം വേണം. കാലാവധി വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ വർഷം ഒരാളായി, അടുത്ത വർഷം ചെയ്തു, അതിന്റെ അടുത്ത വർഷവും
മാള് മാറി. ഇവരെ അല്ല, പുതിയൊരാൾ വരികയാണ്. അപ്പോഴത്തേക്ക് വീണ്ടും ഉദ്യോഗസ്ഥരാണ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുന്ന ഫീഡ്ബാക്ക് ആണ് ഇവരുടെ മുഖവിലക്ക് എടുത്തുകൊണ്ടാണ് ഇവർ പ്രവർത്തനം തുടങ്ങുന്നത്. മാർഗരേഖ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കും. അങ്ങനെ 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 കുറെ വർഷം ആവുമ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിലാവും ഈ സിസ്റ്റം. അവർ തീരുമാനിക്കും. സ്വാഭാവികമാണ്. അവർ തീരുമാനിക്കും. അവിടെ അതെ, ശബരിമല ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യം വളരെ പരിതാപകരമാണ്. അത് ഈ പറയുന്ന രീതിയിലാണ് നടക്കുന്നത്. ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു മാറ്റം വേണം, ഈ ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും എന്തായാലും അങ്ങനെയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇത് നല്ലതുപോലെ നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചേ മതിയാവുള്ളൂ. എന്തായാലും രാമായണ മാസത്തിൽ ഒരു മാറ്റത്തിന്റെ തുടക്കമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും പുതിയ പ്രസിഡന്റിനോടൊപ്പം തന്നെ തത്വമയി ന്യൂസും ഉണ്ട്. എന്താകും ശബരിമലയിൽ തത്വമയി ന്യൂസിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ട്. പ്രേക്ഷകരുടെ മുമ്പിൽ ഈ വിവരങ്ങൾ ഞങ്ങൾ പണ്ടെത്തിച്ചിരുന്നത് പോലെ തന്നെ ഇനിയും എത്തിച്ചുകൊണ്ടേയിരിക്കും. പറയുവാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും പ്രശാന്തും പരിവാരങ്ങളും ചേർന്ന് തത്വമയിക്ക് ഒരു അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനി തുടരുമോ എന്ന് എനിക്ക് അറിയില്ല. തുടർന്നാലും തുടർന്നില്ലെങ്കിലും ശബരിമലയുടെ മേൽ തത്വമയുടെ രണ്ട് കണ്ണും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സനോജി വളരെ നന്ദി. ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.